മലയാളികളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ജനിക്കുന്നു, പിന്നീടുള്ള ജീവിതകാലം മുഴുവനും അവരെന്നാ ഓർക്കും, ഇവരെന്നാ ഓർക്കും എന്ന് പറഞ്ഞ് അവസാനം ഈ വ്യക്തി മരിക്കുന്നു. ജീവിതകാലം മുഴുവനും മറ്റുള്ളവർ എന്ത് ഓർക്കുമെന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതം തീർത്ത് കളയുന്ന ഒരു സംസ്കാരം എങ്ങനെയോ വന്ന് കയറിയിട്ടുണ്ട്. ആരെന്ത് ഓർത്താൽ എന്താണ്? ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണിത്. ഒരു വസ്ത്രം ഉടുത്താൽ അത് ആൾക്കാരെന്നാ ഓർക്കും, അവരെന്നാ ഓർക്കും, ഇവരെന്ത് ഓർക്കും. അതുകൊണ്ട് ഒരു പുതിയ ഡ്രസ്സ് ഇറങ്ങിയാൽ പോലും വാങ്ങാൻ പറ്റില്ല. കാരണം ആ വസ്ത്രം ധരിച്ചാൽ അവരെന്ത് ഓർക്കും. ഒരു സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റില്ല. അവരെ ഇവരെയും ഓർത്തിട്ടാണ് പലരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സ്വന്തമായിട്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇതൊരു വലിയ അപകടമാണ്. ഞാൻ പോയ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, അവിടെയെല്ലാം ചെന്നാൽ ആരും ആരെയും ഓർക്കുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യം ഓർത്ത് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലാണ് ഒരു റെയിൽവേ സ്റ്റേഷനിലിരുന്ന, ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന, ഒരു ബസ്സിൽ കയറിയ എല്ലാവരും അവരവരുടെ കാര്യമല്ല നോക്കുന്നത്. ആ മുമ്പിലിരിക്കുന്ന ആളെയും ആ പുറകിലിരിക്കുന്ന ആളെയും, വഴിയിൽ ആണെങ്കിൽ വഴിയിലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ പറയും വായി നോക്കികളെന്നൊക്കെ വിളിക്കും. എല്ലാവരെയും നോക്കിയിരിക്കണം. അവരെന്നാ പറയുന്നേ, ഇവരെന്താ പറയുന്നേ, അവരുടെ വായിന്ന് വരുന്നത് കേൾക്കാനിരിക്കുകയാണ്. എന്തൊരു മോശമാണ്. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പുറത്തു വരണം. എന്നിട്ട് മറ്റുള്ളവരെയും ഈ ഒരു അപകടത്തിൽ നിന്ന് പുറത്തെടുക്കണം. എന്താണ്? അവരും ഇവരും അല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവരുടെ ഇഷ്ടപ്രകാരം വേഷം, ഇവരുടെ ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒരു നാട്ടിലുമില്ല ഇങ്ങനെ. ഇതിൽ നിന്ന് പുറത്തു വരണം. സ്വന്തമായി തീരുമാനമെടുക്കണം. യേശു ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ യേശു പറഞ്ഞ വാക്കുകളൊക്കെ ഒത്തിരി പേരെ എറിയാൻ, കല്ലെടുക്കാൻ പ്രേരിപ്പിച്ചു. പരീശന്മാർ എന്നാ ഓർക്കും എന്ന് വിചാരിച്ച് അവരോടൊന്നും പറയാതിരുന്നില്ല. വെള്ളയടിച്ച കുഴിമാടമേന്ന് തന്നെ വിളിച്ചു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. അയ്യോ, അവരെന്നാ ഓർക്കും. വീട്ടിൽ ചെന്നപ്പോൾ മറിയ കൊച്ചമ്മ പറയണ്ട, കുഞ്ഞ് എന്തൊക്കെയാടാ പറയുന്നത്, അവരെന്നാ ഓർക്കും. യേശു ആരെന്ത് ഓർക്കുന്നൊന്നും നോക്കിയില്ല. തന്നെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച്, അവരെ കുറിച്ച് ചിന്തിച്ച് മാനുഷിക ഭയം ഉണ്ടായാൽ അതൊരു കണി എന്ന് ബൈബിളിൽ പറയുന്നു. മാനുഷിക ഭയം ഒരു കണി. അതുകൊണ്ട് എബ്രായ ലേഖനം 13 പറയുന്നു, 5-6 വായിക്കുമ്പോൾ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യരെന്നാ ചെയ്യാനോ, അവരെന്താ ഓർക്കാനാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു. നമ്മളൊരു വീട് വെക്കുന്നു, വീട് വലുതായിപ്പോയാൽ അവരെന്നാ ഓർക്കും. അതുകൊണ്ട് അത്രയും മുകളിലോട്ട് പോകണ്ട. കയ്യിൽ പൈസയുണ്ട്, നല്ലൊരു വണ്ടി മേടിക്കണമെന്നുണ്ട്. എന്നാൽ ബന്ധുക്കളിൽ ആർക്കും ഇങ്ങനെ ഒരു നല്ല വണ്ടിയില്ല. അത് മേടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ഓർക്കും. അതുകൊണ്ട് നമുക്ക് അത്രയും വലിയ വണ്ടി പോകണ്ട, ഒരു ചെറിയ വണ്ടി. ഒരു നല്ല ഷൂ മേടിക്കണം, ഒരു നല്ല ചെരുപ്പ് മേടിക്കണം. ഇല്ല, അത് ആർഭാടമാണ്, അത് അവരെന്നെ ഓർക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ അഹങ്കാരം എന്ന് പറയും. വേണ്ട, നമുക്കൊരു വള്ളിച്ചെരുപ്പ് മതി. അയ്യോ, നല്ല ഡ്രസ്സൊന്നും ധരിക്കരുത്. ഒരു ഒറ്റമുണ്ട് എടുത്ത് പോയാൽ ആരും ഒന്നും ഓർക്കില്ല. കുറച്ച് നന്നായിട്ട് ഒരുങ്ങിപ്പോയാൽ അവരെന്തോർക്കും. നാം ദൈവത്തെ മാത്രം ധ്യാനിച്ച് മുന്നോട്ട് പോയാൽ മതി. മനുഷ്യനെ ധ്യാനിക്കൽ ഇന്ന് അവസാനിപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് എല്ലാവരും പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ശാപം മലയാളക്കരയിൽ നിന്ന് തന്നെ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പുറത്തു വരിക.
ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ഞാനും പറയാണ്, ഈ വക തെറ്റായ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വാ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു, എന്നെയൊന്നു ചുംബിക്കട്ടെ, വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു, എന്നെയൊന്നു ചുംബിക്കട്ടെ, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്കൾ ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്കൾ ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് കുടിക്കാൻ തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 18:11 വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. എൻ്റെ പിതാവ് എനിക്ക് തന്ന
പാനപാത്രം, അത് ഞാൻ കുടിക്കണം, അതെനിക്ക് കുടിക്കണം. യേശു യാക്കോബിനോട് യോഹന്നാനോട് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? അവർ പറഞ്ഞു കുടിക്കും. യേശു ഇല്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾ കുടിക്കും എന്ന് തന്നെ പറഞ്ഞു. അതിനകത്ത് യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു അല്ലേ? യോഹന്നാനെ പിടിച്ചു, ഒരാൾ രക്തസാക്ഷിയായി, ഒരാൾ വളരെ വേദനകളിലൂടെ പത്മോസിലൂടെ കടന്നുപോയി. രണ്ടും പാനപാത്രമാണ്, രണ്ട് തരമാണ്. ഒരാൾ വാളുകൊണ്ട് കൊല്ലപ്പെട്ടു, അതിനേക്കാൾ കഷ്ടമായിരുന്നു. തിളച്ച എണ്ണയിലിട്ടു, അവിടെ നിന്ന് ചാകാതെ വന്നപ്പോൾ നേരെ പത്മോസിലേക്ക് നാട് കടത്തി. എന്തെല്ലാം പ്രശ്നങ്ങളിലാണ്, അതെല്ലാം വേദനകളാണ്. അപ്പൊ എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം പോലെ നിങ്ങൾക്കും ഉണ്ട്, നിങ്ങളത് കുടിക്കും. ശാസിച്ചാലും പൽസിച്ചാലും ഉപവസിച്ചാലും ഒന്നും മാറിപ്പോവാത്ത ഒന്നാണിത്. അത് ദൈവത്തിൻ്റെ ഒരു റൂട്ടാണ്, ഷോർട്ട് കട്ടാണത്. ആ റൂട്ടിലൂടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങളിലേക്ക് കയറാം. ചില സമയത്ത് ഈ ഗൂഗിൾ മാപ്പിൽ വണ്ടി ഇങ്ങനെ ലോങ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ, കാറിന് പോകുമ്പോൾ, ചില രാത്രികളിൽ ഈ ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ പത്തനംതിട്ട വഴിയൊക്കെ വരുമ്പോൾ ചില സമയത്ത് വളരെ ഇടുങ്ങിയ വഴി ഈ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ളതേ ഉള്ളൂ, എതിരെ ഒരു വണ്ടി വന്നാൽ പണിയായി. എങ്കിലും ആ വഴി അങ്ങോട്ട് എടുക്കും. രാത്രിയാണ്, ലേറ്റായിട്ടാണ് വരുന്നത്. കാരണം ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നറിയാം, ആ വഴി കൂടി വന്നാൽ ഒത്തിരി ചുറ്റണ്ട, പെട്ടെന്ന് ഒരു നല്ല വീതിയുള്ള റൂട്ടിലോട്ട് കയറാം. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് നമ്മെ ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തരികയാണ്. എന്നാൽ അതിലൂടെ പോകുമ്പോൾ ഒരു സമ്മർദ്ദവും വിഷമമൊക്കെ ഉണ്ട്. കാരണം അവിടെ ആരുമില്ല, ഇരുട്ടുള്ള മരങ്ങൾ തിങ്ങിയ ഒരു സ്ഥലമാണ്, ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്, ഒരു കൂരിൽ താഴ്വര പോലെ തോന്നും. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശാലതയാണ്. ഇതുപോലെ ചില സമയങ്ങളിൽ ഒറ്റപ്പെടലുകളും ആരുമില്ലാത്ത ചില അനുഭവങ്ങളും അതിലൂടെ കയറി പുറത്തു വരാൻ ദൈവം വെച്ചിരിക്കുന്ന ഷോർട്ട് കട്ടുകളായിട്ട് നമുക്കതിനെ കണ്ട് സ്തോത്രം ചെയ്യണം. ഇതെൻ്റെ ജീവിതത്തിൽ എന്തോ വരാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ ഷോർട്ട് കട്ടാണെന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ പ്രശ്നം, അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഇതൊരു ഷോർട്ട് കട്ടാണ്. ഒരു രോഗം വന്നു, ദൈവം അറിയാതെയല്ല, ശാസിച്ചിട്ടും പൽസിച്ചിട്ടും അത് പെട്ടെന്ന് മാറുന്നില്ല, അതൊരു ഷോർട്ട് കട്ടാണ്. ആ സമയത്ത് എന്തോ നമ്മൾ പ്രാർത്ഥിച്ചെന്തോ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും ശരിയായി ജീവിക്കാൻ തീരുമാനിച്ചവരെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചേ ഉള്ളൂ. ഒത്തിരി പേര് പ്രശ്നങ്ങൾ വന്നപ്പോൾ പോയി. ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ വിളി അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ അത് പഠിപ്പിച്ചു കൊടുത്തില്ലായിരിക്കാം. എന്തോ ഒരു കാരണം കൊണ്ടാണ് അവർ അതിലൂടെ പോയത്. എന്നാൽ ഇതറിയാവുന്നവർക്കറിയാം ഇതൊരു ഷോർട്ട് കട്ടാണ്. എന്തോ അനുഗ്രഹം വരാൻ പോകും. എൻ്റെ ഭർത്താവ് ഇതുപോലെ അകന്നിട്ടുണ്ടെങ്കിൽ എന്തോ വരാൻ പോകും. എൻ്റെ ഭാര്യ ഈ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ടേണിംഗ് പോയിൻ്റാണ്. എൻ്റെ മക്കൾക്ക് പെട്ടെന്നിങ്ങനെ ഒരവസ്ഥ വന്നെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാനിങ്ങനൊരു കടക്കണിയിലായെങ്കിൽ എന്തോ ഒരു അനുഗ്രഹം വരാൻ പോകുന്നു. അങ്ങനെ ഇതിനെ കാണാൻ, പഠിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇന്ന് 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തിലെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മഹാപുരോഹിതൻ്റെ അടുത്തല്ല കൊണ്ടുപോയത്, മഹാപുരോഹിതൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി. മഹാപുരോഹിതന് ഒന്നേ പാടുള്ളെന്നും അത് അഭിഷിക്തനായിരിക്കണമെന്നും ഒക്കെയും പറഞ്ഞതെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ ആ കാലത്ത് 2 മഹാപുരോഹിതന്മാർ, ഹന്നാവും കയ്യഫാവും. 18-13 വാക്യത്തിൽ ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി.
അവൻ ആ സംവത്സരത്തിലെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവനായിരുന്നു. ആ ആലോചന ഒരു പ്രവാചക ശബ്ദമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. മറ്റൊരു ഭാഗത്ത് എന്താണ്? ഒരു മനുഷ്യൻ എല്ലാവർക്കും വേണ്ടി മരിക്കുന്നത് നല്ലതാണ്. അതായത് എല്ലാവരും നശിക്കുന്നതിനേക്കാൾ ഒരാൾ നശിക്കട്ടെ, അയാളെ പിടിച്ചു കൊല്ലാനാണ് യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞതാണ്. എന്നാൽ അങ്ങേര് അറിഞ്ഞില്ല ഇതൊരു ദൂതാണെന്ന്. അങ്ങനെ കയ്യഫാവ് താൻ പോലും അറിയാതെ ഒരു ദൂത് പറഞ്ഞു. നല്ല ദൂതല്ല, യേശുവിനെ കൊല്ലാൻ പറഞ്ഞ വാക്കാണ്. എന്നാൽ അത് വാസ്തവത്തിൽ അതൊരു വലിയ പ്രവചനമായിരുന്നു. അത് നല്ല പ്രവചനമായിരുന്നു. കാരണം എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലത്. വാസ്തവമായിട്ട് യേശു മരിച്ചതുകൊണ്ട് ഇനി നമുക്ക് മരിക്കണ്ട. യേശു ശാപത്തിൽ തൂങ്ങിയതുകൊണ്ട്, ശപിക്കപ്പെട്ടവനായി തൂങ്ങിയതുകൊണ്ട് ഇനി നമുക്ക് ശാപത്തിൽ കിടക്കണ്ട. യേശു അടികൾ കൊണ്ടതുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ അടി കൊണ്ടതുകൊണ്ട് ഇനി ആര് രോഗിയായി കിടക്കണ്ട. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ശാപങ്ങളെ ക്രൂശിൽ വഹിച്ചെങ്കിൽ ഇനി ആര് ശാപത്തിൽ കിടക്കണ്ട. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചെങ്കിൽ ഇനി ആരും മരിക്കണ്ട. എല്ലാവർക്കും വേണ്ടി ഒരുവൻ പാപിയായി തൂങ്ങിക്കിടന്നെങ്കിൽ, പരിഹാസിതനായി കിടന്നെങ്കിൽ, നിന്ദിതനായി കിടന്നെങ്കിൽ ഇനി ആ അവസ്ഥയിൽ ആരും ആയിരിക്കണ്ട. ആ വാക്കിനകത്തൊക്കെ അർത്ഥമുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഇങ്ങേരിത് പറഞ്ഞത്, എങ്കിലും ഇതിൻ്റെ അർത്ഥം അത്രയും വിലയേറിയതാണ്. യേശു നമുക്ക് വേണ്ടി പാപമായി, ശാപമായി, രോഗം ഏറ്റെടുത്തു, എല്ലാം അവൻ സ്വീകരിച്ചു. അതുകൊണ്ട് ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവന് ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. 14-ാം വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് നാം വാഗ്ദത്തം എന്ന അവകാശം പ്രാപിക്കേണ്ടത്. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ശാപം നമുക്ക് വെച്ചതല്ലെന്ന്, രോഗം നമുക്കുള്ളതല്ലെന്ന്, ബന്ധനങ്ങൾ നമുക്കുള്ളതല്ലെന്ന്, പരാജയം നമുക്കുള്ളതല്ലെന്ന്, തകർച്ചകൾ നമുക്കുള്ളതല്ലെന്ന് ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ 100% വിശ്വസിക്കുന്നു. തുടർച്ചയായി ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രം മാറുകയാണ്. നിങ്ങൾ ശക്തരാണ്, ശ്രേഷ്ഠരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എന്തെങ്കിലും കേട്ടോ പിശാച് വലിയവനാണെന്ന് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പറയുന്നത്? ഇല്ല, അവനൊരു പരാജയമാണ്. യേശുവിനെ ക്രൂശിക്കാൻ ഈ ഹെരോദാവിൻ്റെ ഉള്ളിൽ കയറിയതും യഹൂദന്മാരെ കൊണ്ട് അത് ചെയ്യിച്ചതും അവസാനം പിശാച് തലേ കൈ വെച്ച് പോയി. ഇതെനിക്ക് പണിയായല്ലോ എന്ന് മനസ്സിലായി. കാരണം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടിയെന്ന് പൗലൂസ് അതിനെക്കുറിച്ച് പറയുന്നു. പിശാച് ഓർത്തില്ല, അവൻ കുരുക്കിയ കുരുക്കിൽ അവൻ തന്നെ വന്ന് വീണെന്ന്. യഹൂദ ചരിത്രത്തിലെ ബൈബിളിൽ ഒരു വലിയ ചരിത്രമാണ് മൊർദെഖായിയുടെ ചരിത്രം, എസ്തേറിൻ്റെ പുസ്തകം. ഹാമാൻ മൊർദെഖായിയെ കൊല്ലാൻ മനസ്സില്ലാതെ അവനെ മാത്രം കൊന്ന നാണക്കേടായതുകൊണ്ട് യഹൂദന്മാരെ മൊത്തം കൊല്ലാൻ പ്ലാൻ ചെയ്തു. എന്നിട്ട് അതിനുള്ള പ്രോഗ്രാം ഇട്ടു. രാജാവ് അനുകൂലം, എല്ലാം അനുകൂലമായി. എന്നാ പിന്നെ ഇനി യഹൂദന്മാരെ പുറകെ കൊല്ലാം, ആ ഡേറ്റിൽ കൊല്ലാം. എന്നാൽ മൊർദെഖായിയെ ഇന്ന് രാത്രി കൊല്ലണം. അതിനുവേണ്ടി കഴുകുമരമൊക്കെ ഒരുക്കി നേരെ രാജാവിൻ്റെ അടുത്ത് പോയി. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. മൊർദെഖായി ചെയ്ത നന്മകൾ രാജാവിൻ്റെ ശ്രദ്ധയിൽ പെടത്തക്ക രീതിയിൽ താൻ എഴുതി വെച്ച ദിനവൃത്താന്ത പുസ്തകം അല്ലെങ്കിൽ ഡയറിയിൽ നിന്ന്, രാജാവിൻ്റെ ഡയറിയിൽ നിന്ന് ഒരു ദാസൻ അത് വായിച്ചു കേൾപ്പിച്ചു. എന്ത്? എന്നെ ജീവനോടെ കാത്ത, ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ഉപകാരം ചെയ്തോ? ഒന്നും ചെയ്തില്ല.
ആരവിടെ? കഴുകുമരം ഒരുക്കിയ മൊർദെഖായി അവിടെ നിൽക്കുന്നു. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവൻ എങ്ങനെ മാനിക്കണം? ഹാമാൻ. ഓ, എന്നെ അല്ലാതെ രാജാവ് ആരെയാണ് മാനിക്കുന്നത്? ഉയർച്ചകളും പുരോഗതികളും ഈ രാജ്യത്ത് എനിക്കല്ലാതെ വേറെ ആർക്കാണ്? അവന്റെ സ്വപ്നങ്ങൾ മുഴുവനും രാജാവിനോട് പറഞ്ഞു. രാജാവേ, രാജാവിൻ്റെ കുതിര, രാജാവിൻ്റെ കിരീടം, രാജാവിൻ്റെ സ്യൂട്ടും കോട്ടും ഇതെല്ലാം ആ വ്യക്തിക്ക് കൊടുക്കണം. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും കുറക്കാതെ ആ പടിവാതിക്കൽ ഇരിക്കുന്ന വാച്ച്മാനില്ലേ മൊർദെഖായി, ഇതെല്ലാം ഒട്ടും കുറക്കരുത്, അതുപോലെ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ പട്ടണം മുഴുവനും ഇവനെ കുതിരപ്പുറത്ത് കയറ്റി വിളിച്ചു പറയണം, രാജാവ് ഒരാളെ മാനിച്ചാൽ ഇതുപോലെ മാനിക്കും. ഒരു ദിവസത്തേക്കല്ല ദൈവം ആ പദ്ധതി ഒരുക്കിയത്. രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം തിരിച്ചതാണ്. ഒരുവൻ്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കുന്നു എന്ന് ശലോമോൻ രാജാവ് എഴുതി വെച്ച സദൃശ്യവാക്യത്തിലെ ആ വാക്യം പോലെയാണത് ഭവിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും പേടിക്കണ്ട. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന എങ്ങനെയാലും കറങ്ങി വരും. മാത്രമല്ല, കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. അതിരുകളെ, പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിരുകളെ മാറ്റുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. കുഴി കുഴിച്ച് മറ്റുള്ളവരെ വീഴ്ത്താൻ നോക്കിയാലും അതിരുകളെ മാറ്റാൻ നോക്കിയാൽ അവനെല്ലാം ഗതികേട് വരും. ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് ആരും മാറരുത്. ആ പ്രോഗ്രാമിനെ മാറ്റാൻ നോക്കരുത്. ഇതാ മൊർദെഖായിക്ക് പകരം ഇപ്പോൾ ഹാമാൻ കയറുകയാണ്. ഇതായിരുന്നു കാൽവരി ക്രൂശിൽ പിശാചിനും കിട്ടിയത്. ഇതാണ് അതിൻ്റെ നിഴലായിരുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ സംഭവിച്ചത്. അതിൻ്റെ നിഴലായിരുന്നു ദാനിയേലിനെ കുഴിയിലിടാൻ രേഖയുണ്ടാക്കി കള്ളക്കഥയുണ്ടാക്കിയവരുടെ ഫാമിലിക്ക് പറ്റിയത്. ദാനിയേൽ അകത്ത് ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് ചെയ്തവരെ രാജാവ് കുടുംബമായിട്ട് അതിനകത്തോട്ട് കിട്ടും. അവരെ ഗുഹയിലെത്തുന്നതിന് മുമ്പേ സിംഹങ്ങൾ അവരെ കീറിക്കളഞ്ഞു എന്ന് വായിക്കുന്നു. അതെ, നിന്നെ ചതിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ ഭാവിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ വാഗ്ദത്തങ്ങൾ ഇടക്ക് വെച്ച് നിർത്താൻ ആർക്കും കഴിയില്ല. വാക്ക് പറഞ്ഞ ദൈവം നിനക്കത് വേണ്ടി നിർവഹിക്കും. അവനത് പൂർത്തിയാക്കും. കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട ഈ ദൈവവചനം പോലെ ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന അപമാനങ്ങളും എല്ലാ ഗൂഢാലോചനകളും പിശാചിൻ്റെ എല്ലാ കള്ള പദ്ധതികളും അത് അവൻ്റെ തലയിലോട്ട് തന്നെ വീഴുന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ലല്ലോ യേശുവേ. ഞങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയാക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്നവർ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ ചതിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയും. യേശുവേ, അങ്ങയുടെ ജീവിതം ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലാ നന്മയാക്കുന്ന കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കും. ഇന്നത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, മാനസികമായി സൗഖ്യമാകട്ടെ, ശാരീരികമായി സൗഖ്യമാകട്ടെ. അവരുടെ സമ്പത്തിൻ്റെ മേൽ അഭിവൃദ്ധി ഉണ്ടാകും. അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ, പുതിയ വഴികൾ തുറക്കട്ടെ, നന്മകൾ ഉയർച്ചകളും ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ പരീക്ഷാ സീസൺ അടുക്കുന്നു. പഠനത്തിൽ അസാധാരണ ബുദ്ധി ഉണ്ടാകും. കൃപ കൊണ്ട് മൂടണം യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. കർത്താവിനെ മുറുകെ പിടിക്കാം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ആ വാക്കിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.